പ്രൈസ് ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. എനിക്കറിയില്ല എന്നെ കാണുന്ന ആരൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ മുന്തിരിങ്ങ ഇല്ലേ, പഴുത്ത മുന്തിരിങ്ങ കൊണ്ട് ഒരു അച്ചാറാണ് ഇന്ന് ഇടുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ചിന്തിക്കും, അയ്യോ ഇതെന്ത് അച്ചാറെന്ന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എങ്കിലേ ഇതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. ഞാനിട്ട അച്ചാറുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാല്, എനിക്ക് ഈന്തപ്പഴത്തിന്റെ ഒരു അച്ചാർ ഞാൻ ഇട്ടില്ലേ, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോ അതുപോലൊക്കെ ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ മുന്തിരിങ്ങ കൊണ്ടുള്ള അച്ചാറിനും. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റിയാണ്. ആദ്യം ഒരു ലേശം ഇട്ട് നോക്കൂ, കാരണം ഒരു 50 ഗ്രാമോ 100 ഗ്രാമോ എങ്ങാനും എടുത്ത് കുറച്ചിട്ട് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ പിന്നെ കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് മുന്തിരിങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന്. ഇത് 3/4 കിലോ മുന്തിരിങ്ങ ഉണ്ട്. നിങ്ങൾക്ക് ഈ കളറിലെ മുന്തിരിങ്ങ അതല്ല എന്നുണ്ടെങ്കിൽ കറുത്ത മുന്തിരിങ്ങയും എടുക്കാം. പക്ഷെ അതിൽ കുരു കാണാൻ പാടില്ല, സീഡ്ലെസ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിപ്പോ ഞാൻ ഇച്ചിരി ചെറുതാ മേടിച്ചേക്കുന്നത്. ഇതിനേക്കാൾ വലിയ മുന്തിരിങ്ങ വരും, അത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഇതിലും ഇടയ്ക്ക് വലുതൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതിന്റെ ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കണം, അതിനകത്ത് മസാല കയറാനേ. ഇതിപ്പോ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കുഴപ്പമില്ല. ഇത് 3/4 കിലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാ. ആദ്യം 1-2 വെള്ളത്തിൽ കഴുകി വാരിയ ശേഷം പിന്നീട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറെ നേരം, ഒരു അരമണിക്കൂറെങ്കിലും ആ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വീണ്ടും കഴുകി വാരി വെച്ചിരിക്കുന്നതാ. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു 2 സ്പൂൺ ഉണ്ട്. ചെറിയ സ്പൂണാ, ടേബിൾ സ്പൂൺ അല്ല. ഇതിന് 2 സ്പൂൺ. പിന്നെ വെളുത്തുള്ളി ഒരു 15-20 എണ്ണം വരും. ഇത് രണ്ടും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോണേ, കുഴപ്പമില്ല. ബാക്കി ഇൻഗ്രീഡിയൻസ് സമയത്ത് ഞാൻ എന്താണെന്ന് പറയാം. ഇനി ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ സൺഫ്ലവർ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയോ കടുകെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാമേ. എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോ ഈ കടുക്, ചിലര് കടുകും കുറച്ച് ഉലുവയും കൂടി ചൂടാക്കി അത് പൊടിച്ച് അച്ചാറിന് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഇപ്പോൾ കടുക് ഇടണ്ട. അതായത് കടുകും ഉലുവയും കൂടി നല്ലതുപോലെ ചൂടാക്കണം. അത് ചൂടാകുമ്പോൾ ഇത് രണ്ടും പൊട്ടി അതിന്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് മാറ്റി അത് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഈ കടുക് ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഞാൻ വലുതൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അച്ചാറിന് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഒത്തിരി അങ്ങ് മൂത്ത് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. അതിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞുള്ള പരുവം മതി. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തീരെ കുറയ്ക്കണം. എന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാല് ഉലുവാപ്പൊടിയും കടുകും കൂടെ പൊടിച്ചു വെച്ചേക്കുന്നവരാണെങ്കിലും ഇപ്പൊ ചേർക്കാമേ. ഈ മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. മുളക് പൊടിയും നിങ്ങളുടെ എരി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം, കുറയ്ക്കാം. ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഞാൻ തീരെ കുറച്ചായിട്ടേക്കുന്നേ. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ചേർക്കാം. ഞാൻ പലപ്പോഴും അച്ചാറിടുമ്പോൾ വെള്ളം ചേർക്കാൻ പറയുമ്പോൾ പലരും ചോദിക്കുന്നതാണ്, ഇത് പൂത്തു പോകത്തില്ലേ എന്ന് വെള്ളം ഒഴിച്ചാല്. ഞാൻ നിങ്ങളെ എന്റെ വ്ളോഗിൽ കാണിച്ചില്ലേ വെളുത്തുള്ളി അച്ചാറ്, അതും ഞാൻ അത്യാവശ്യം വെള്ളം ചേർത്ത് തന്നെ ഉണ്ടാക്കിയത്. ഒത്തിരി അങ്ങ് വെള്ളമാക്കിയില്ല, കുറച്ചൊന്ന് ഗ്രേവി ആവാൻ വേണ്ടി വെള്ളം ചേർത്തു. ഞാൻ ഫ്രിഡ്ജിലും വെച്ചിരുന്നില്ല, പുറത്ത് തന്നെയാ വെച്ചിരുന്നേ. അത് തീരുന്നത് വരെ ഒട്ടും പൂത്തിട്ടില്ല, കേടായിട്ടില്ല. അത് നമ്മൾ അച്ചാർ സൂക്ഷിക്കുന്നതിനനുസരിച്ചിരിക്കും. അതായത് എപ്പോഴേ എടുക്കുമ്പോഴും ഉണങ്ങിയ സ്പൂൺ തന്നെ ഇടണം, നനഞ്ഞ വെള്ളത്തോടു കൂടിയുള്ള സ്പൂണുകളൊന്നും ഇടരുത്. അതല്ല എന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ട് അതിലൊരു സ്പൂൺ ഇട്ട് വെച്ചിരുന്നാലും മതി. എന്നിട്ട് വായു കയറാതെ നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. അച്ചാറിൽ വെള്ളം ചേർക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പൂത്തുപോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ലേശം
വിനാഗിരിയാണ്, ഒത്തിരി ചേർക്കണ്ട. ഇത് ചേർക്കണമെന്ന് നിർബന്ധവുമില്ല, താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. നമ്മുടെ മുന്തിരിങ്ങയ്ക്ക് മധുരവുമുണ്ട് പുളിയുമുണ്ടല്ലോ. 1 സ്പൂണേ ഞാൻ ഒഴിച്ചിട്ടുള്ളേ. അപ്പൊ ഇത് വേണ്ടവര് മാത്രം ചേർത്താൽ മതി. ഇനി കായപ്പൊടി ചേർക്കാം. 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. കായം പിന്നെ ലാസ്റ്റിൽ നമുക്ക് മണം കുറവായിട്ട് തോന്നുന്നെങ്കിലൊക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എരി ഒത്തിരി ആയിട്ട് തോന്നുന്നുവെങ്കിൽ ആദ്യം ഇട്ട് കഴിഞ്ഞുടനെ ടേസ്റ്റ് നോക്കുമ്പോൾ ഒത്തിരി തോന്നുമെങ്കിൽ പേടിക്കണ്ട. ഈ മുന്തിരിങ്ങയ്ക്കകത്തത് പിടിക്കുമ്പോൾ റെഡി ആയിക്കോളും. ഇതിനകത്ത് ഇരുന്നൊന്ന് ഇച്ചിരൊന്ന് വേവട്ടെ. തീ ഇത്രയും നേരം ഞാൻ സ്ലോയിൽ തന്നെ ഇട്ടിരുന്ന, ഇപ്പൊ ഒരു ഇച്ചിരൊന്ന് കൂട്ടിയിട്ടുണ്ട്. ഉലുവാപ്പൊടി കൂടരുത്. കഴിക്കും ഞാൻ കാണിച്ച സ്പൂണ് ചെറിയ സ്പൂണാണ്. നമ്മുടെ സാധാ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇഞ്ചി എടുത്തൊക്കെ സ്പൂണ് കാണിച്ചില്ലേ, അതിനാണെങ്കിൽ ഒരു 1/2 സ്പൂൺ പോലും ഇട്ടിട്ടില്ലേ ഉലുവാപ്പൊടി. 1 സ്പൂണെന്ന് കേട്ടിട്ട് വലിയ സ്പൂണിനെടുത്ത് ഇടല്ലേ. അപ്പൊ നമ്മള് മുന്തിരിങ്ങ ഇട്ട് ഒരു 2 മിനിറ്റ് ഞാനൊരു മീഡിയം തീയില് വേവിച്ചു. അത്രയും മതി. മൊത്തത്തിൽ അങ്ങ് വേവണ്ട, ഒന്ന് പച്ച കെട്ടാ മതി. ബാക്കി ഈ ചൂടത്തിരുന്നത് റെഡി ആയിക്കോളും. ഇത്രയുള്ള സംഭവം. നമ്മുടെ കായപ്പൊടിയൊക്കെ കറക്റ്റ് ആണ്. നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വേണം എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ചേർത്തോണേ. എനിക്കിപ്പോ ഇത് പരുവമാ. അപ്പൊ ഇത്രയുള്ള സംഭവം വളരെ ഈസിയാണ്. ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. നന്നായിട്ട് തണുത്ത ശേഷം കുപ്പിയിലോട്ട് മാറ്റിയാൽ മതി. നിങ്ങൾ ആദ്യം ഇടുമ്പോൾ ഭയങ്കരമായിട്ട് എരി തോന്നുന്നുവെങ്കിൽ ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പേടിക്കണ്ട. കാരണം ഇത് ഈ മുന്തിരിങ്ങയ്ക്കകത്ത് എരിയൊക്കെ പിടിക്കുമ്പോൾ, കാരണം മുന്തിരിങ്ങ ഓൾറെഡി മധുരവും പുളിയും ഉള്ളതാ, അത് ഇതിൽ പിടിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. കഴിവതും ഇത്രയെങ്കിലും ഒരു ഗ്രേവിയോട് കൂടി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതില്ല, ഇത് പിടിക്കും, അങ്ങ് നല്ല ഡ്രൈ ആവും. ഇതിപ്പോ നന്നായിട്ട് തണുത്തു. കണ്ടോ ഗ്രേവി നല്ലതുപോലെ കുറുകിയത്. ഇനി ഇരുന്ന് ഇതിലും കുറുകുമേ. ഇതിനകത്ത് ഒരു കാര്യം ചേർക്കാൻ ഞാൻ വിട്ടുപോയി. അത് ഇനിയിപ്പൊ നമുക്ക് ചേർക്കാം, കുഴപ്പമില്ല. ലാസ്റ്റില് ഒരു ലേശം പഞ്ചസാര, ഒത്തിരി വേണ്ട, ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ആ എരിയും പുളി എല്ലാം കൂടെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയാ, ഒന്ന് മാച്ച് ആവാൻ വേണ്ടിയാ. പിന്നെ ഇത് ചേർക്കണോ നിർബന്ധം ചോദിക്കുന്നവരുണ്ടെങ്കിൽ, താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. പക്ഷെ ഇതിന് അല്പം മധുരം ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാ. നമ്മുടെ മുന്തിരിങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ കമന്റ് ഇടാനും മറക്കരുത്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.